സോ ബേസിക്കലി പറ്റിയ എന്താണെന്ന് വെച്ചാൽ R1 നിന്ന് വീട്ടിലോട്ടേക്ക് വന്നപ്പോൾ അത്ര ഒരു പവർ ഫീൽ ആവുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ റിലാക്സ് ആയിട്ട് നോർമൽ സ്പോട്ടിലാണ് പോകുന്നത്. ഫുൾ സിസ്റ്റത്തിൽ DB കില്ലർ വെച്ചില്ലോണ്ട് അത്ര ലൗഡല്ല. അത് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഊരി ടെസ്റ്റ് ചെയ്യാം. സർവീസ് റോഡിലേക്ക് കയറേണ്ടി വരും. നമ്മളെപ്പോൾ പോകുന്ന റിലാക്സ് ഹട്ടലിലോട്ടാണ് പോകുന്നത്. പവർ ഡെലിവറി V4 അല്ലെങ്കിൽ R1 പോലെ അത്ര അഗ്രസീവ് അല്ല. റിഫൈൻമെന്റ് അധികം പറയണ്ടല്ലോ. ഇൻലൈൻ ഫോഴ്സിൻ്റെ റിഫൈൻമെൻറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ല സ്മൂത്താണ് വണ്ടി. ഇവിടെ ഇപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ശരിക്കും എക്സോസ്റ്റ് സൗണ്ട് കേൾപ്പിക്കാം. കാറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് നോർമൽ 10 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇവിടെ തന്നെയാണല്ലോ. അവിടെ ട്രക്ക് ഇരിക്കുന്നതുകൊണ്ട് സ്ഥലം മനസ്സിലായില്ല. ബ്ലാക്ക് ആക്ച്വലി എനിക്ക് ഗ്രീനിനേക്കാളും ഇഷ്ടമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു സ്റ്റെൽത്ത് ലുക്കാണ്. ഗൈസ് എവിടെ അങ്ങനെ 10R V4 വിത്ത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് സൗണ്ട് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്. എക്സോസ്റ്റ് സൗണ്ട് നമുക്ക് നോക്കാം. ഇത് വിത്ത് DB കില്ലറാണ്. നിങ്ങൾക്ക് കാണാം ഉള്ളിൽ DB കില്ലർ ഉണ്ട്. ദൂരി കഴിഞ്ഞാൽ ഇതിനേക്കാളും ലൗഡായിരിക്കും. ജസ്റ്റ് ഒന്ന് റെവ് കൊടുത്ത് നോക്കാം. നൈസ് ഇൻലൈൻ 4 സിംഫണി. അപ്പം നെക്സ്റ്റ് V4 വിത്ത് ആക്ര ഫുൾ സിസ്റ്റം നോക്കാം. നല്ല ലൗഡാണ്. ഇതിൽ DB കില്ലർ ഇല്ല. അപ്പം V4 ആണോ കേൾക്കാൻ വേണ്ടി കൂടുതൽ രസം, അല്ല ഇൻലൈൻ 4 ആണോ? താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഗൈസ് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനായിരുന്നു. കണ്ടു. നെക്സ്റ്റിന് നമുക്ക് V2 വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം. ഇതുവരെ 10R ഓടിച്ചിട്ട് എൻ്റെ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്ര അഗ്രസീവ് അല്ല R1 V4 ഒക്കെ പോലെ, പക്ഷേ എന്നാലും നല്ല പവറുണ്ട്, നല്ല സ്മൂത്ത് പവർ ഡെലിവറിയാണ്. അപ്പം നല്ല എളുപ്പമാണ് ഓടിക്കാൻ. സൂപ്പർ ബൈക്ക് എടുത്ത് വിത്ത് എക്സോസ്റ്റും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ തംസപ്പാണ്. ഇതാടാ NR ആണെങ്കിലും ഡുക്കാട്ടി ആണെങ്കിലും നല്ല റോഡ് പ്രസൻസ് ആണ്. ഓക്കെ, ട്രാഫിക്കാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഹീറ്റിംഗ് ഒന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് ചില്ലായിട്ട് ഓടിക്കാം. പക്ഷേ എനിക്ക് പഴയ NR ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടം. ബട്ട് ഇതിപ്പം കണ്ട് ലൈക്ക് കുറച്ചൊക്കെ ഇഷ്ടം വരാൻ തുടങ്ങി. നല്ല സുഖമില്ലേ ഡുക്കാട്ടി ട്രാഫിക്കിലൊക്കെ നല്ല രീതി ചൂടാവും. BMW i4 all electric. ഇതിപ്പോൾ സ്പോർട്ട് മോഡാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒക്കെ ഏത് ലെവലിലാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട്, ബട്ട് എന്നാലും ഇത്ര മാക്സ് ലെവലിലല്ല ഇട്ടിങ്ങനെ തോന്നുന്നു. ട്രാഫിക് ആയതുകൊണ്ട് നമുക്കധികം പൊളിക്കാൻ പറ്റത്തില്ല. empty റോഡായിരുന്നെങ്കിൽ നോക്കായിരുന്നു. സീറ്റിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ അഗ്രസീവ് ആണ്, ബട്ട് എന്നാലും V4 അല്ലെങ്കിൽ R1 അത്ര അഗ്രസീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ. ആക്ച്വലി പ്രീവിയസ് 10R വെച്ച് നോക്കുമ്പം കുറച്ചും കൂടി അഗ്രസീവ് ആണ്, ബട്ട് സ്റ്റിൽ V4 വെച്ച് നോക്കുമ്പം കുറവാണ്. റൈഡിങ് പൊസിഷൻ അഗ്രഷൻ കുറവാണ്. സോ ഇപ്പം കണ്ടോ, ഇത്ര ട്രാഫിക്കിലായിട്ടും ടെമ്പറേച്ചർ 93 95 ആകുമ്പം തന്നെ ഫാൻ ഓൺ ആവും, റേഡിയേറ്റർ ഫാൻ. അപ്പം അങ്ങനെ ഹീറ്റ് കയറത്തില്ല. ഓ സസ്പെൻഷൻ ആക്ച്വലി ഇതിൻ്റെ സെറ്റിങ്സ് വെച്ച് നോക്കുമ്പം അത്ര ഹാർഡല്ല. ഒരു മീഡിയം സസ്പെൻഷൻ എന്ന് പറയാം നമുക്കിത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ഷോയുടെ. ടേണിങ് റേഡിയസ് കുറവാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് V2-നേക്കാളും ഉണ്ട്. ഗൈസ് അറ്റ് ലാസ്റ്റ് V2 ഫുള്ള് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. DNXT എന്ന് പറഞ്ഞ കോർമംഗലിലെ ഷോപ്പിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡുക്കാട്ടി മൾട്ടിസ്റ്റാഡ ആൻഡ് നമ്മുടെ നിഞ്ച 10R കൂടി കൊണ്ടുവന്നായിരുന്നു. ഫുൾ വാഷ് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇപ്പം. ബട്ട് രാത്രിയായി ടൈം കാണാം. എന്തായാലും ഇനിയിപ്പോൾ പോകുമ്പം വ്ളോഗ് ഇന്നത്തെ ക്ലിയർ ഉണ്ടാവില്ല. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 10R എക്സോസ്റ്റ് എങ്ങനെയുണ്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതേപോലെ എൻ്റെ V2 ഞാൻ മുമ്പ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. ഇതാണിപ്പോൾ വണ്ടി. ഫുള്ളി ലൈക്ക് ഓൾമോസ്റ്റ് 3 lakh rupees ആക്സസറീസ് ഇൻസ്റ്റാൾഡ് ആണ്. എക്സോസ്റ്റിന് മാത്രമല്ല, സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്.
അപ്പം ഇന്നെന്തായാലും രാത്രി നല്ല ലേറ്റായി. നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.